ഹലോ മക്കളെ, നാളെ മെയ് 5-ാം തീയതിയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. ഈ മെയ് 5 എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ ആ കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ കൂടെ പല പല ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കും, പല പല ടെൻഷനുകൾ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമോ, നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയത് കുറഞ്ഞു പോയോ, അങ്ങനെ അങ്ങനെ പല പല ടെൻഷനുകളും പല പല ചിന്തകളും ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലൂടെ പോയി പോകുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പൊ അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഈ ഒരു നീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീറ്റ് എക്സാം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ ആ ഒരു അംബീഷൻ. അപ്പൊ നിങ്ങൾ ആ ഒരു സ്വപ്നങ്ങളെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ആ ഒരു റിസൾട്ട് വരുന്ന ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണ് കിട്ടുന്നത് അതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അതൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് മാത്രം ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ വിചാരിക്കുക. നിങ്ങൾ ഇനി വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്ത പ്രിപ്പറേഷൻസ് ഒക്കെ കുറഞ്ഞു പോയോ മിസ്സേ, എനിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരുന്നില്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ചില സമയങ്ങളിൽ നമുക്കിപ്പോ കുഞ്ഞു കുഞ്ഞു മടികളൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ മുടങ്ങിപ്പോയ ദിവസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം അത് മറികടന്നിട്ട് അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ കാഴ്ചവെക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെക്കുക. അപ്പൊ ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ല മക്കളെ. ഇനി നിങ്ങളെ നീറ്റ് ആസ്പിറൻസ് എന്ന് വിളിക്കാനായിട്ട് മിസ്സിന് തോന്നുന്നില്ല, ഇനി നിങ്ങളെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് വിളിക്കാനാണ് മിസ്സിന് ഇഷ്ടം. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു അംബീഷനിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്നാണ് മിസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നാളത്തെ എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എഴുതി നല്ല റാങ്ക് തന്നെ കിട്ടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും കിട്ടും. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ ഫുൾ എക്സാമിന്റെ ഫാമിലി നിങ്ങളുടെ ആ ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പോയിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് വരിക. മാത്രമല്ല മറക്കരുത്, നമുക്ക് എക്സാം സെന്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മിസ്. അപ്പൊ അത് മിസ് ഒരു വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും മറക്കാതെ കൊണ്ടുപോകുക. കൃത്യമായിട്ട് തന്നെ നേരത്തോടെ തന്നെ ആ ഒരു നമ്മുടെ എക്സാം സെന്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ മിസ്സിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് വരാം.